കണ്ണൂരിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഡിവൈഎഫ്ഐ പ്രതിഷേധം കണ്ണൂർ DCCക്ക് മുന്നിലെത്തിയപ്പോൾ ഗേറ്റ് അടച്ച് പോലീസ്. അടച്ച ഗേറ്റ് തുറന്ന് DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ്. വിവരങ്ങളുമായി നിഖിൽ അളവൂർ ചേരുന്നുണ്ട്. നിഖിൽ, എന്താണ് വിവരങ്ങൾ? ഇന്ന് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ കണ്ണൂർ ജില്ലയിലെ എല്ലാ ബ്ലോക്ക് കമ്മിറ്റികളുടെ കീഴിലും ഇത്തരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ നടത്താൻ വൈകുന്നേരം പ്രതിഷേധ പ്രകടനങ്ങൾ നടത്താൻ ആഹ്വാനമുണ്ടായിരുന്നു. ഇത് പ്രകാരം കണ്ണൂർ ബ്ലോക്ക് കമ്മിറ്റി നടത്തിയ പ്രകടനമാണ് കണ്ണൂർ DCC ഓഫീസിന് മുന്നിലൂടെ കടന്നുപോയത്. കണ്ണൂർ ഏരിയ കമ്മിറ്റി ഓഫീസ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം DCC ഓഫീസിന് മുന്നിലൂടെ കടന്നു വരികയായിരുന്നു. നേരത്തെ തന്നെ ഈ വിവരം ലഭിച്ച പോലീസ് DCC ഓഫീസിന് മുന്നിൽ സുരക്ഷ ഒരുക്കിയിരുന്നു. ഈ സുരക്ഷ ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് ഈ പ്രകടനമായി എത്തുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഓഫീസിലേക്ക് ഈ ഓഫീസ് പരിസരത്തേക്ക് കയറുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തടയുന്നതിന് വേണ്ടി കണ്ണൂർ ടൗൺ CI അവിടെ എത്തിയ ഗേറ്റ് അടച്ചത്. ഈ ഗേറ്റ് അടച്ച ഉടൻ തന്നെ ഓഫീസിലുണ്ടായിരുന്ന DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് പുറത്തേക്ക് ഇറങ്ങി വരികയും ആ ഗേറ്റ് തുറന്നതിന് ശേഷം DCC ഓഫീസിന്റെ ഗേറ്റ് പൂട്ടാൻ ആർക്കാണ് അധികാരമുള്ളത്, അങ്ങനെ പൂട്ടണമെങ്കിൽ അത് DCC പ്രസിഡന്റായ താൻ ചെയ്തോളാം എന്ന് മാത്രം പറയുകയായിരുന്നു. ഇതിന് പിന്നാലെ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം ഈ DCC ഓഫീസിന്റെ മുന്നിലെത്തി. കുറച്ചു സമയം DCC ഓഫീസിന് മുന്നിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാമർശങ്ങളുമായുള്ള മുദ്രാവാക്യം വിളികളും ഉണ്ടായിരുന്നു. ഇവരെ പിന്നീട് പ്രവർത്തകരെ പോലീസ് അനുനയിപ്പിച്ച് പ്രകടനം മുന്നോട്ട് പോകാൻ നിർദ്ദേശിക്കുകയായിരുന്നു. ഇത് പോവുകയും ചെയ്തു. ഏതായാലും ഒരു സംഘർഷാവസ്ഥയിലേക്ക് പോകുമായിരുന്ന കാര്യങ്ങൾ പോലീസ് ഇടപെട്ട് കൃത്യമായി അത് നിയന്ത്രിക്കുകയായിരുന്നു ചെയ്തത്. നിഖിൽ അളവൂരാണ് കണ്ണൂരിൽ വിവരങ്ങൾ നൽകിയത്.